മെഡിസിൻ ഇന്ത്യ വിഷനിലേക്ക് വീണ്ടും സ്വാഗതം. അനസ്തീഷ്യയും അതേക്കുറിച്ചുള്ള മിഥ്യാധാരണകളുമാണ് മെഡിസിൻ ഇന്ത്യ വിഷനിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രേക്ഷക ലൈനിലുണ്ട്, ബിന്ദു എറണാകുളത്തുനിന്ന്. ഹലോ ബിന്ദു. ഹലോ ചോദിച്ചോളൂ. ഡോക്ടർ, 99 എന്റെ മകളുടെ ഡെലിവറി സമയത്ത് ഈ വേദനയില്ലാത്ത പ്രസവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ കൈയും കാലും ഒക്കെ കൂച്ചി പിടിച്ച് ഇങ്ങനെ നടുവിന്റെ ഭാഗത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പം കുറെ നാളത്തേക്ക് പിന്നെ ഈ തൊടയൊക്കെ മരവിപ്പൊട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ അത് ശരിയായിട്ടുള്ളൂ. അപ്പം അതിന്റേതായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാൻ സാധ്യതയുണ്ടോ? വേദനയില്ലാത്ത പ്രസവം അനസ്തെറ്റിസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ഇത് കുട്ടിക്കും അമ്മയ്ക്കും ഏറ്റവും നല്ലതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത് കോമൺ ആയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നോർമലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഒരു പ്രൊലോങ്ഡ് ലേബർ വന്നെന്നിരിക്കാം, അതായത് ലേബർ പീരീഡ് ഇച്ചിരി കൂടിയെന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോഴ്സപ്സോ വാക്യൂം അങ്ങനെ എന്തെങ്കിലും, അതായത് അമ്മയ്ക്ക് മുക്കാനുള്ള കഴിവ് ഇച്ചിരി കുറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ സിസേറിയനിലേക്ക് പോയെന്നിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാകാൻ യാതൊരു സാധ്യതയുമില്ല. ഈ മരവിപ്പെന്നൊക്കെ പറയുന്നത് അതിന്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. മാക്സിമം വന്നാൽ 6 തൊട്ട് 8 മണിക്കൂർ മാക്സിമം, അതിനപ്പുറം അങ്ങോട്ട് പോവില്ല. അത് കഴിയുമ്പോഴത്തേക്ക് മരവിപ്പെല്ലാം മാറും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെയും ഇതിങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഈ എപ്പിഡൂറിൽ തന്നുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം ഈ കുട്ടിയുടെ തല വന്ന് പ്രസ് ചെയ്ത് നെർവൽ പ്രസ് ചെയ്തിട്ടും വേണമെങ്കിൽ കാലിൽ മരവിപ്പ് വരാം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇതുമായിട്ട് ഇത് കോറിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടാകത്തില്ല, സാധ്യതയില്ല. അല്ല. അതേപോലെ നമ്മൾ ഈ ദീർഘനേരം അനസ്തീഷ്യ കൊടുക്കുന്ന, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു കേസിൽ 23 മണിക്കൂർ വരെ കൊടുത്തു എന്ന് പറഞ്ഞു. ഇത്തരം കേസുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? 23 മണിക്കൂറാണ് എൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ. നമ്മളിപ്പം അത് 47 മണിക്കൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല. പക്ഷെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരാമീറ്റേഴ്സും മോണിറ്റർ ചെയ്ത് ഈ പേഷ്യൻ്റെ ശ്വാസോച്ഛ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് പ്രഷർ, ഹാർട്ടിൻ്റെ സ്പന്ദനങ്ങൾ, യൂറിൻ ഔട്ട്പുട്ട്, ടെമ്പറേച്ചർ, ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു പോയിന്റ് അതാണ്. പേഷ്യൻ്റ് ഈ 23 മണിക്കൂർ AC റൂമിൽ കിടന്നിട്ട് ഈ അനസ്തെറ്റിക് ഗ്യാസും ഐ വി ഫ്ലൂയിഡ്സും എല്ലാം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ വളരെ താണു പോകും. അപ്പം അത് കംപ്ലീറ്റ് മെയിനായിട്ട് മോണിറ്റർ ചെയ്ത് പോകണം. കാരണം ആ ടെമ്പറേച്ചർ താഴുകയാണെങ്കിൽ ഈ പേഷ്യൻ്റ് റിക്കവറി ഭയങ്കര ഡിലേഡ് ആയിരിക്കും. ബാക്കി കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം അതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈവൻ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ മാത്രം എക്സ്പോസ്ഡ് ആയിരിക്കും. ബാക്കിയുള്ള ഏരിയ മൊത്തം ഈ ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് ഇട്ടിട്ടുണ്ടാവും, ഇലക്ട്രിക് ഹീറ്റിംഗ് ബ്ലാങ്കറ്റ്. അത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. 41 ഡിഗ്രി 42 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ പേഷ്യൻ്റ് ഒരു കത്തീറ്റർ ഒരു പ്രോബ് ഇട്ടിരിക്കും ഈസോഫാക്സിലോട്ട്. ആ പ്രോബ് നമുക്ക് പേഷ്യൻ്റ് കോർ ടെമ്പറേച്ചർ കാണിക്കും. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും പേഷ്യൻ്റ് ടെമ്പറേച്ചർ കുറഞ്ഞോ കൂടിയോ എന്നുള്ളത്. അല്ലാതെ പ്രൊലോങ്ഡ് അനസ്തീസിയ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഒൺലി തിങ് ഈസ് വളരെയധികം കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുക. പിന്നെ ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം ചിലപ്പോൾ വരാം, ഈ പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവറി ഉണർന്നില്ല എന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു 12-24 മണിക്കൂർ ഈ പേഷ്യൻറ്റിനെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് നമുക്ക് പിറ്റേ ദിവസം നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും.